ഇന്ന് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കനലുണ്ടാക്കുന്നതാണ്. ചിരട്ടയൊക്കെ കൂട്ടി കത്തിച്ച് കനലുണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ചിരട്ടയാണ്. അപ്പോൾ നമ്മൾ ചിരട്ട കത്തിച്ച് കനലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഗ്രില്ല് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ഗ്രില്ലാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് വെച്ചിരുന്ന ചിക്കനാണിത്. ഇത് നമുക്ക് ഗ്രില്ലിലേക്ക് വെക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഗ്രില്ലിലേക്ക് എടുത്ത് വയ്ക്കുന്നത്. ഇനി നമ്മൾ ചിക്കൻ കനലിലേക്ക് വെക്കുകയാണ്. കനലിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് ചിക്കന് ചൂട് കിട്ടാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും പേപ്പറോ ഒക്കെ വെച്ച് വീശി കൊടുക്കാവുന്നതാണ്. ഓരോ മിനിറ്റ് ഇടവിട്ട് നമുക്ക് ചിക്കൻ തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഒരുപോലെ വെന്ത് വരാൻ വേണ്ടിയാണ്. നമ്മുടെ ചിക്കൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്തത് റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമ്മൾ ഇതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. കൂടെ കപ്പ പുഴുങ്ങിയതും മുളകടച്ചതും ഉണ്ട്.